എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ചൈനീസ് ഡിഷാണ് പ്രോൺസ് സാൾട്ട് ആൻഡ് പെപ്പർ. അതെങ്ങനെ ഉണ്ടാക്കി നോക്കാം. ആ വീഡിയോയിൽ കിടക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിവിടെ 1 കിലോ പ്രോൺസ് ആണ് എടുത്തിരിക്കുന്നത്, ചെമ്മീൻ. അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഏകദേശം 1/2 കിലോ കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, സോയാ സോസ്, കോൺഫ്ലോർ, മൈദ ഓരോ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അത് നന്നായി മസാല പിടിക്കുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായി മസാല മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം, ഒന്ന് മസാലയൊക്കെ പിടിച്ച് റെഡിയായി വരട്ടെ. ആ സമയത്ത് അതിന് വേണ്ട ഗ്രേവി തയ്യാറാക്കാം. ഗ്രേവി തയ്യാറാക്കുന്നതിന് വേണ്ടി ഓണിയൻ എടുത്തിട്ടുണ്ട്. ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്, ഒരു മീഡിയം വലിപ്പമുള്ള, അത് ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പെപ്പർ, ഗ്രീൻ, റെഡ്, യെല്ലോ പെപ്പർ, അതായത് ക്യാപ്സിക്കം, മത്തങ്ങ മുളക് എന്നൊക്കെ പറയുന്ന മുളകാണ് എടുത്തിരിക്കുന്നത്. അതും ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്യുന്നുണ്ട്. അത് മൂന്നും പകുതി വെച്ചാണ് എടുത്തിരിക്കുന്നത്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, അതായത് ഗ്രീൻ പെപ്പറിൻ്റെ, റെഡ് പെപ്പർ, യെല്ലോ പെപ്പർ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് വീഡിയോ കാണുന്ന പോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ പച്ചമുളകും വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം. സ്പ്രിംഗ് ഓണിയൻ, ഉള്ളിയുടെ തണ്ടാണ്. അത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുക്കാം. അതുപോലെ ഇഞ്ചിയും ചെറുതായി അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ക്യാപ്സിക്കം, സവോള, സ്പ്രിംഗ് ഓണിയൻ എല്ലാം കട്ട് ചെയ്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് സൈഡിലോട്ട് മാറ്റി വെക്കാം. കൂടാതെ ഇതിലേക്ക് ഉണക്കമുളക് കൂടി എടുത്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്ത ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ച് നമ്മൾ നേരത്തെ മസാല ഇട്ട് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു ഗ്രിൽ മോഡലാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നുണ്ട്, ഡീപ്പ് ഫ്രൈ ആണെങ്കിൽ കൂടുതൽ ഓയിൽ വെച്ച് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എണ്ണ ചൂടായിട്ടുണ്ട്, ചെമ്മീൻ ആ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് ഇട്ടിരിക്കുന്നത്. ഏകദേശത്തിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 സൈഡും മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതായത് കുക്കായി വരുന്ന സമയം കൊണ്ട് ഇനി ഗ്രേവി തയ്യാറാക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ പറഞ്ഞു, സാൾട്ട് ആൻഡ് പെപ്പറാണ്. പ്രോൺ സാൾട്ട് ആൻഡ് പെപ്പറാണ് ചെയ്യുന്നത്. ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെറുതായി അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്ത് അത് നന്നായി സോട്ട് ചെയ്യാം. ഒന്ന് സോട്ടായി വരുന്ന സമയത്ത് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് സോട്ടായി വന്നതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രോൺസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്, ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അല്ലാത്ത പക്ഷം അത് ഓവർ കുക്കാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രോൺസ് നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഗ്രേവിയുടെ ബാക്കി പരിപാടികൾ നോക്കാം. നേരത്തെ കട്ട് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം അതിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് സോട്ട് ചെയ്യാം. ഈ ക്യാപ്സിക്കം ഫുൾ കുക്കാവേണ്ട ആവശ്യമില്ല, ഒരു പകുതി, ഒരു മീഡിയം കുക്ക് മാത്രമേ ആവേണ്ടതുള്ളൂ. ഓവർ കുക്കായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. അതിൽ പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് പെപ്പറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ വൈറ്റ് പെപ്പറാണെങ്കിൽ വൈറ്റ് പെപ്പർ കൂടി ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഉപ്പ് ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണാണ് സോയാ സോസ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ടൊമാറ്റോ സോസ് 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ റെഡ് പെപ്പർ സോസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അതും 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്രേവിക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം അല്ലെങ്കിൽ സ്റ്റോക്ക് വാട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ സെമി ഗ്രേവി ഒരു ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രേവി തിക്കാക്കുന്നതിന് വേണ്ടി കുറച്ച് കോൺഫ്ലോർ ഒരു ബോളിലേക്ക് എടുത്ത് അതൊന്നും തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം.
ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പ്രോൺസ് ചെമ്മീൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കുക്കിംഗ് ഫിനിഷിംഗ് ടൈമിൽ ചെയ്യുന്ന ഫുൾ ഫയറിലാണ്, നല്ല ഫുൾ തീയിലാണ് ചെയ്യുന്നത്. ചൈനീസ് ഫുഡ് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഫിനിഷിങ് നല്ല ഫാസ്റ്റ് തീയിൽ തന്നെയാണ് കൊടുക്കുന്നത്. മാത്രമേ സോസും ഒക്കെ ആയിട്ട് നന്നായി മിക്സ് ചെയ്ത് വരുള്ളൂ. അത് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുത്ത് കോൺഫ്ലോറും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ല തിക്കായി പ്രോൺസിനകത്ത് പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാൾട്ട് ആൻഡ് പേപ്പർ ഓൾമോസ്റ്റ് റെഡിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ കമൻറ്റ് രേഖപ്പെടുത്തുക. ബൈ ബൈ.